കാണണം. കാരണം അത്രയും ഈ ചോക്ലേറ്റ് മൂഡിൽ നടന്ന ഒരാള് ഗെറ്റപ്പ് ചേഞ്ചിങ് പറയില്ല, അതാണ് ഈ പടത്തിന് ഒരു രക്ഷയില്ല. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. അതുപോലെ സ്റ്റോറി അടിപൊളിയാണ്, എല്ലാം കൊണ്ടും ഒന്നും മോശം പറയാനില്ലാത്തൊരു പടം എന്നതാണ്. അതൊരു സ്റ്റോറി എടുത്തു പറയേണ്ട സ്റ്റോറിയാണ്. ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ അതുപോലെ ഫാമിലി ആയിട്ടാണ് ഈ പടം കാണണം. ഒരു ഡയലോഗിൽ പറയുന്നുണ്ട്, പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ ഒരു റെഫറൻസ് വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി സാധാരണ സിനിമയിൽ പറയുന്ന പോലെയല്ല വേറിട്ട പെർഫോമൻസ്. ഇതിൽ ശരിക്കും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് തന്നെ കുഞ്ചാക്കോ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിശാഖ് നായരുടെ ടീം. അത് ഹീറോയ്ക്ക് കട്ടയ്ക്ക് കോമ്പറ്റീഷൻ നിൽക്കുന്ന രീതിയിൽ തന്നെ ആ വില്ലന്മാരുടെ ടീം എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിലൊരു ഫാമിലി സ്റ്റോറി, ത്രില്ലർ സ്റ്റോറിയുള്ള അതൊക്കെ ഓരോ സീനും നമുക്കിങ്ങനെ ഹൃദയത്തിലേറ്റി ധൈര്യമായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാം. അപ്പോൾ ഇതാണ് പോലീസുകാരെന്ന് അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു രക്ഷയില്ല. പടം തുടങ്ങിയ ആ സമയം മുതൽ ലാസ്റ്റ് വരെ ഒരു രക്ഷയില്ലാണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ സുഹൃത്താണ് ഷെബീറാണ് ഇതിന്റെ കൺട്രോളർ, പിന്നെ ഡയറക്ടർ, അത് എല്ലാവരും ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും കുഞ്ചാക്കോന്റെ എക്കാലത്തും ചിലപ്പോൾ നല്ല അടിപൊളി ത്രില്ലറാവും. ഇപ്പൊ എല്ലാരും മാക്സിമം തിയേറ്ററിൽ വന്ന് കാണാം, മസ്റ്റ് വാച്ചാണ്. നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ടില്ല. നമ്മളെപ്പോഴും യൂഷ്വലി കാണുന്ന സിനിമയുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഒരു ട്രോമയുള്ള ഒരു ഓഫീസർ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടാവും. പക്ഷെ ആ ക്യാരക്ടേഴ്സിന് കുറെ വേരിയേഷൻസ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ബെറ്റർ വേർഷൻ ഇത്. ജെയ്ക്സ് പിജോയുടെ വോയിസ് ടീം ഭയങ്കര നല്ലതായിരുന്നു. സ്ക്രീൻ പ്ലേ ഭയങ്കര അടിപൊളിയാണ്. ഒരു യൂഷ്വൽ സ്റ്റോറി എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ ഒരുപാട് ഹോളിവുഡ് തൊട്ട് നമ്മൾ ഇങ്ങോട്ട് ഇന്റർവ്യൂല് ശക്കലൊരു ലാഗ് തോന്നി. എന്നാൽ അവസാനം അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കേട്ടോ, അടിപൊളി പടം. ചാക്കോച്ചന്റെ പീക്ക് ഏറ്റവും ഞാൻ പുകൻവില്ല കണ്ടപ്പോൾ പുള്ളിക്കൊരു ചോക്ലേറ്റിൽ ഒരു വീണ്ടും നമുക്ക് തോന്നിയായിരുന്നു. പക്ഷെ അസൽ റഫ് പുള്ളി അസലൊരു പോലീസുകാരൻ ലുക്ക് കിടിലായിട്ടുണ്ട് കേട്ടോ, അടിപൊളി പടം. ചാക്കോച്ചനെ ഇതുവരെ കാത്ത് നിങ്ങൾക്ക് കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരിക്കും, ഒന്നും പറയാനില്ല. ഒരു ചാക്കോച്ചൻ നിങ്ങൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ക്യാരക്ടറല്ല, ചാക്കോച്ചനല്ലത് കറക്റ്റ് അരികേന്ദ്രൻ എന്താണോ അതാണ് കാണിച്ചത്. കിട്ടില്ല. അടിപൊളി, പുള്ളി അടിപൊളിയായിട്ടുണ്ട്. ചാക്കി കൊച്ചു നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മീനാക്ഷിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നൈസ് സിനിമ. വ്യത്യസ്തമായിട്ടുള്ളൊരു നന്ദിയുണ്ട് എല്ലാവരും. ചാക്കോച്ചന്റെ കൂടെ റെസ്പോൺസ് ഉണ്ടാവും തോന്നിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡാൻസ് മാറ്റി വെച്ചിട്ട് ഒരു ഫുൾ ഓൺ ക്യാരക്ടറിൽ ചെയ്യുന്നത്. അതിന് സന്തോഷം ഉണ്ടായി. ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇനി ബാക്കിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം. സ്ക്രീനിൽ സന്തോഷം. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, എത്ര വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ പറയുന്ന പോലെ ചാക്കോസിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക, ഇത്രയും മാർട്ടിൻ ചേട്ടനെ പോലുള്ള ഒരു ഡയറക്ടർ, പ്രൊഡ്യൂസർ, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, എല്ലാം സന്തോഷം. ഹാപ്പി. താങ്ക് യു. നമുക്ക് ഭയങ്കര മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കാണണം. ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒത്തിരി ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ കാണണം. ഓക്കെ, പടം കണ്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നോ? അഭിനയൊക്കെ എങ്ങനെയുണ്ടെന്ന് തോന്നി? അഭിനയൊക്കെ എങ്ങനെയുണ്ടെന്ന് തോന്നി?